നമുക്ക് കനാൻ ദേശവും ദൈവരാജ്യവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് അബ്രാഹാമ്യ വാക്തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പരിശോധിക്കാം. അബ്രാഹാമിനെ കുറിച്ച് അറിവില്ലാത്തവർ തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ക്രൈസ്തവ മേഖലയിലുള്ള എല്ലാവർക്കും അബ്രാഹാമിൻ്റെ വിശേഷതയെക്കുറിച്ച് നല്ല അറിവ്. അബ്രാഹാമിന് വിശ്വാസികളുടെ പിതാവെന്നും ദൈവത്തിൻ്റെ സ്നേഹിതനുമെന്നും പേരുണ്ട്. പിന്നെ വാക്തത്വങ്ങളുടെ ഉടമ. അപ്പം ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ അബ്രാഹാമിൽ കൂടെയും അബ്രാഹാമിൻ്റെ സന്തതിയിൽ കൂടെയും വളരെ ദൈർഘ്യമേറിയ കാലഘട്ടത്തിൽ ദൈവം നിറവേറ്റുന്നു എന്നുള്ളതിൻ്റെ അതിൽ കൂടി കടന്നു പോകേണ്ടുന്ന പല വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നായിരുന്നു. അപ്പോൾ വിശ്വാസം ആരംഭിക്കുന്നത് അബ്രാഹാം ആണ്. അബ്രാഹാം വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ തെളിയിച്ച ആളാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന ആ വിശേഷ പേര് അബ്രാഹാമിന്. അബ്രാഹാം ബാബിലോണിൽ വിഗ്രഹങ്ങളെയും പ്രകൃതി ശക്തികളെയും ദൈവങ്ങളായിട്ട് ആരാധിക്കുന്ന ആളുകളുടെയും താമസിക്കുകയായി. അബ്രാഹാം ഇതിനെല്ലാം വിപരീതമായി ഈ കാണുന്ന പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവ് അദൃശ്യനും ശക്തിമാനും ബുദ്ധിമാനുമാണെന്നും ആ സൃഷ്ടാവിന് തന്നെക്കുറിച്ചൊരു നിർണയമുണ്ടെന്നും വളരെ ബുദ്ധിപൂർവവും യുക്തിപൂർവവും വിശ്വസിച്ചിരുന്ന ആളാണ് അബ്രാഹാം. അതുകൊണ്ട് അബ്രാഹാമിനെ ആ ബാബിലോണ്യ ആരാധനയിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം. ദൈവം പറഞ്ഞു, നീ ഇവിടെയുള്ള നിൻ്റെ ദേശക്കാരെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന്. അബ്രഹാം അവിടുന്ന് യാത്രയായി കനാൻ ദേശം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് എത്തുകയും അവിടെ ദൈവത്തിന് യാഗം കഴിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ കനാൻ ദേശം ആണ് അബ്രാഹാമിൻ്റെ അവകാശ ഭൂമി എന്നാണ് നാം കരുതുന്നത്. യഥാർത്ഥത്തിൽ കനാൻ ദേശം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ഇന്നുവരെയും ശാശ്വതമായി ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രത്തിൽ അതിന് നിവൃത്തികളൊന്നും തന്നെ. അപ്പം അബ്രഹാമിൻ്റെ പ്രവൃത്തിയിൽ ആ പ്രവൃത്തി അബ്രഹാമിനെ നീതീകരിക്കത്തക്ക വിധത്തിൽ ദൈവം കണക്കിട്ട് അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിനക്കൊരു സന്തതിയെ, ആ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും അല്ലെങ്കിൽ പൊടി പോലെയും വർദ്ധിക്കുന്നു. ഈ കാര്യം പറയുമ്പോൾ അബ്രഹാമിന് സന്തതിയില്ലായിരുന്നു. അബ്രഹാമിന് ആദ്യം ജനിക്കുന്ന സന്തതി ഇസ്മായേൽ. ഇസ്മായേൽ ജനിച്ചതിന് ശേഷവും ദൈവം പറയുന്നു, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു സന്തതിയെ പ്രസവിക്കും. അതായത് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ഇസാക്ക് ജനിക്കും. ഇസാക്കിനെ ബലി കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. അവിടെ മുതൽ അബ്രഹാമിന്
തീവ്രമായ പരിശോധനയാണ് വരുന്നത്. അതിൽ കൂടുതലും വലിയൊരു പരിശോധന അബ്രാഹാമിന് വരാനില്ല. വലിയ ധനികനായിരിക്കുന്ന അബ്രാഹാമിന് തൻ്റെ സ്വത്തിന് അവകാശിയായി ഒരു മകനെ ദൈവം നൽകി, ഇസാക്ക്. ഇസാക്കിൻ്റെ അർത്ഥം തന്നെ പുഞ്ചിരിയെന്ന്, ചിരി. അപ്പോൾ ഈ ഇസാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. അബ്രഹാം ഒട്ടും മടി കാണിച്ചില്ല. ഇസാക്കിനെ തൻ്റെ ഭവനത്തിൽ നിന്നും 3 ദിവസത്തെ വഴിയുള്ള മോറിയാമലയിൽ കൊണ്ട് യാഗം കഴിക്കാൻ നോക്കി. അവിടെ യാഗം കഴിച്ചതായിട്ട് തന്നെ ദൈവം അത് സ്വീകരിക്കുക. അബ്രാമിൻ്റെ ബലി ദൈവം വരവ് കിട്ടും. അബ്രാം ആ കാര്യത്തിലും പരാജിതനാകുന്നില്ല എന്ന്. അപ്പോഴാണ് ദൈവം ഒരു കാര്യം പ്രത്യേകമായി വെളിപ്പെടുത്തുന്നത്. അവിടെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നിന്റെ ഏകജാതനെ തരുവാൻ മടിക്കായകൊണ്ട് നിന്റെ സന്തതിയിൽ കൂടെ ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രാഹാമിനോട് ആദ്യം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ അർത്ഥം പോലെയല്ല ഇവിടെ ദൈവം പറയും. അവിടെ ആദ്യം പറഞ്ഞത് ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന്, നിന്റെ സന്തതിക്കും ഈ ദേശം ശാശ്വതമായി തീർന്നു. അപ്പം ആ ദേശത്ത് വസിക്കുക. ശാശ്വതമായി ദേശം അവകാശമാണെങ്കിൽ ശാശ്വതമായി നിലനിൽക്കുന്ന ജീവൻ അബ്രാഹാമിനും അബ്രാഹാമിൻ്റെ സന്തതിക്കും വേണ്ടേ? അതിനെക്കുറിച്ച് ദൈവമൊന്നും പറഞ്ഞില്ല. അത് നമ്മുടെ അനുഭവത്തിലും അതാ മനസ്സിലാക്കണം. അബ്രാഹാം മരിച്ചു, ഇസാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, പിതാക്കന്മാരെല്ലാം മരിച്ചു. അവരുടെ സന്തതി പരമ്പരകളും മരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എങ്ങനെയാണ് കനാൻ ദേശം ശാശ്വതമായി ലഭിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾക്ക് അർത്ഥമില്ലേ? അർത്ഥമുണ്ട്. അപ്പം അതിൻ്റെ നിവൃത്തി എന്നാണെന്ന് അന്വേഷിക്കുക വഴിയാണ് നമ്മൾ ഈ വിഷയത്തിൻ്റെ ബാഹുല്യം എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ നിന്റെ ഏകജാതനെ തരുവാൻ മടിക്കാതെ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന, അബ്രാഹാമിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, സകല ജാതികളും. അതിൽ അബ്രാഹാമിൻ്റെ സന്തതിയും ഉൾപ്പെടുമെന്നുള്ളത്. അബ്രാഹാം അതിന് മുഖാന്തരമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം അബ്രഹാമിനെ പോലെ ചില പ്രത്യാശയിൽ കഴിഞ്ഞുകൂടിയെന്ന് മനസ്സിലാക്കാം. പിതാക്കന്മാരുടെ പാരമ്പര്യം, വാഗ്ദത്തങ്ങളിൽ അവർക്കുള്ള വിശ്വാസം, ഇതെല്ലാം ഒരു പരിധി വരെ ബാക്കിയുള്ള പിതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം, പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും ആരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 13-ഉം 14-ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുമെന്ന് കാണിക്കുന്നു. കണ്ടോ? അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരിൽ അബ്രഹാം ഉൾപ്പെടെയുള്ള ഒരു വിശുദ്ധനും യാതൊരു വാഗ്ദത്ത നിവൃത്തിയും പ്രാപിച്ചില്ല എന്നാണ് ഇവിടെ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ വെളിപ്പെടുന്നത്. അങ്ങനെ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഭൂമിയിൽ പരദേശികളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവർക്ക് യാതൊരു അവകാശവും അനുഗ്രഹവും ലഭിച്ചില്ലെന്നാണ്. അപ്പം ഇങ്ങനെ പറയുന്നതിൽ അവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു.
അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ ആഗ്രഹിച്ചിരുന്നതും പ്രത്യാശ വച്ചിരുന്നതുമായ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭാവി രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ളത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം അവരുടെ ഉള്ളിൽ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്നാണ്. അപ്പോൾ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെയും പുതിയ നിയമ വിശുദ്ധന്മാരെയും കുറിച്ച് പറയുന്നു. പിന്നെ ഈ വാക്തത്വത്തിൻ്റെ ഉടമയായ അബ്രഹാം പിതാവിൻ്റെ അഭിപ്രായം എന്താണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. 11-ാം അധ്യായം 38 മുതൽ ഉള്ള വാക്യങ്ങൾ, 8-9 വാക്യങ്ങൾ. അബ്രഹാമിൻ്റെ വെളിപ്പെടുത്തൽ എന്താണെന്ന് അവിടെ പറയാം. വിശ്വാസത്താൽ അബ്രാഹാം തനിക്ക് അവകാശമായി കിട്ടുവാനെന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ അബ്രഹാം പിതാവ് പറയുന്നത് എന്താ? അന്ന് ലഭിച്ച വാഗ്ദത്തം അത് പൂർണ്ണതയുള്ളതല്ലായിരുന്നു. അതിൻ്റെ പൊരുളെന്നവണ്ണം ഒരു നിവൃത്തി ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള ആശയത്തിലാണ് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങിയ ആ പിതാക്കന്മാർ ജീവിച്ചതെന്നാണ്. വിശ്വാസത്താൽ അവർ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ വസിച്ചു. കൂടാരങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമായ വസതിയാണ്. അപ്പോൾ കനാൻ ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു താൽക്കാലിക സൂചനയായ ഒരു കൂടാരമായ ഭവനം മാത്രമാണ്. അപ്പോൾ അബ്രഹാം പിതാവ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാരെല്ലാം വലിയൊരു നഗരത്തിനായി കാത്തിരുന്നു എന്നാണ്. അപ്പോൾ ആ കാത്തിരിപ്പിലേക്ക് പുതിയ നിയമ വിശുദ്ധന്മാരെയും അബ്രഹാമ്യ വാഗ്ദത്തം മാടി വിളിച്ച് അവരെ ചേർക്കുന്നു എന്നുള്ളതിനാണ് മറ്റൊരു വാക്യം നമുക്ക് 11-ാം അധ്യായം അവസാനത്തെ വാക്യം 38-ാം വാക്യം അല്ലേ, 39. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ആദ്യ ഒരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു. അത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും അതുപോലെ തന്നെ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. അപ്പം രണ്ട് കാലഘട്ടത്തിലുള്ള വിശുദ്ധന്മാർക്കും പ്രതിഫലം നൽകപ്പെടുന്നത് കർത്താവിൻ്റെ രാജ്യത്തിലാണ് എന്നാണ്. അബ്രഹാമിൻ്റെ സന്തതി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സന്തതിയുടെ രാജ്യം ഏതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കനാൻ ദേശവും ദൈവരാജ്യവും തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ കനാൻ ദേശത്തിൻ്റെ പൊരുളായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സ്ഥാപകൻ യേശുക്രിസ്തുവാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. അബ്രഹാമിൻ്റെ സന്തതി യേശുക്രിസ്തുവാണ്. ആ സന്തതി ക്രിസ്തു തന്നെ. അപ്പം അബ്രഹാമിൻ്റെ സന്തതി ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൽ കൂടിയാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത്. അതല്ലാതെ ഇസാക്കിൽ കൂടെ. ഇസാക്ക് സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെ. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഭരണം വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് യഹൂദന് മാത്രമല്ല സകല ജാതികൾക്കും ഉള്ളതാണ്.
ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അതാണ്. അപ്പം ഈ പരദേശിയല്ലാത്ത രാജ്യം, സ്വദേശമാകുന്ന രാജ്യം, അത് യേശുക്രിസ്തുവിൻ്റെ ഭരണത്തോടുകൂടി ഭൂമിയിൽ വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യമാണ്. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അവകാശം എല്ലാവർക്കും ശാശ്വതമായി ലഭിക്കും. കനാൻ ദേശം ശാശ്വതമായി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഈ ദൈവരാജ്യം എല്ലാവർക്കും ശാശ്വതമാകുന്നതാണ്. കാരണം ശാശ്വതമായ ജീവനുണ്ടെങ്കിൽ മാത്രമേ ശാശ്വതമായ ഈ രാജ്യത്തിൽ ഇരിക്കാൻ കഴിയൂ. യേശുക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് മരണം എല്ലാവരിൽ നിന്നും നീക്കത്തെ. അബ്രഹാമിൻ്റെ പുത്രനായ ഇസാക്കിൻ്റെ ബലിമരണം, അതിൻ്റെ പൊരുളായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലിമരണം, യഹൂദന്മാരും ജാതികളും അല്ലാത്ത ജാതികളുമായിട്ടുള്ള എല്ലാവരുടെയും മരണത്തിന് പരിഹാരം നീക്കം വരുത്തിയിരുന്നു. അവർക്ക് നിത്യജീവനെ നൽകും. അപ്പോൾ നിത്യജീവൻ ലഭിക്കുന്നവർക്ക് നിത്യാവകാശമായും ശാശ്വതമായും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അധികാരം നൽകപ്പെടും. ഇങ്ങനെയുള്ള നിഴൽ പൊരുൾ ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ നിർണയങ്ങൾ പഠിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ വിശ്വാസ്യതയും അതിൽ നമുക്ക് ലഭിക്കുന്ന ഉറപ്പിനെ സംബന്ധിച്ചും പ്രതിഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ ഉണ്ടാകുവാൻ ഇടയാകും. യഥാർത്ഥത്തിൽ അബ്രഹാമ്യ സന്തതി ക്രിസ്തുവാണ്. ക്രിസ്തുവ മുഖാന്തരം ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഞങ്ങൾ വരുവാനുള്ള ഒന്നിനെ കാത്തിരിക്കുന്നുവെന്ന് പിതാക്കന്മാരും പുതിയ നിയമ വിശ്വാസികളും പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സൂചന പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനിക്കും.